ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ ഒരു ചെറിയൊരു വർക്കാണ് കേട്ടോ. സംഭവം വേറെ ഒന്നുമില്ല, നമുക്കിത് ഈ സ്ട്രൈറ്റ് നേരെ കാണുന്നിടത്ത് നമുക്കിവിടെ ഒരു സിങ്ക് വയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലൈൻ നേരെ കൊണ്ടുവന്ന് നമുക്ക് നേരെ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് വെളിയിൽ ഇറക്കാനുമുണ്ട്. അത് മാത്രമല്ല, നമുക്ക് അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു വാഷിംഗ് പ്ലാറ്റ്ഫോം ചെയ്തെടുക്കാനുണ്ട്. അതിനൊരു വേസ്റ്റ് ലൈൻ ചെയ്യണം. പിന്നെ നമുക്കൊരു വാട്ടർ ലൈൻ കൊണ്ടുവരാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാണുന്ന ലൈനിൽ നിന്നാണ് കേട്ടോ നമുക്ക് ഒരു വാട്ടർ ലൈൻ എടുക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ചെറിയൊരു വർക്ക് കേട്ടോ ഇന്നത്തെ. അപ്പോൾ നമ്മളിതേ വർക്കെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ആ സിങ്കിൻ്റെ പോയിൻ്റെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 34 ഇഞ്ച് ഹൈറ്റിലാണ് കേട്ടോ നമുക്ക് ആ ഒരു എന്താ പറയുക, നമ്മൾ ആ സ്ലാബ് ഒരു സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് കണക്കാക്കി നമ്മൾ ലൈനെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വേസ്റ്റ് ലൈനും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ ഒരു വൈ ഇട്ട് നമ്മൾ ആ പ്ലാറ്റ്ഫോമിന്, അതായത് വാഷിംഗ് പ്ലാറ്റ്ഫോമിനുള്ള ഒരു എൽബോ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുമുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ ഒരു വാഷിംഗ് പ്ലാറ്റ്ഫോം ചെയ്യുന്ന സമയത്ത് അതിലൂടെ വെള്ളം കുഴിയിലോട്ട് പോകാൻ. അതുപോലെ തന്നെ നമുക്കൊരു വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടി നമ്മളൊരു 1.5 ഇഞ്ചിൻ്റെ ഒരു ചെറിയ ലൈനും അവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ആ 4 ഇഞ്ച് നമ്മൾ നിർത്തിക്കുന്ന ട്രാപ്പിൽ നിന്ന് പൊങ്ങിയിരിക്കുന്ന ലൈനാണ് കേട്ടോ. അത് നമ്മൾ കോൺക്രീറ്റ് കണക്കിന് കട്ട് ചെയ്തിട്ട് നമ്മളവിടെ കോൺക്രീറ്റ് ഇട്ട് ലെവൽ ചെയ്യാനുള്ള പരിപാടിക്കാണ് കേട്ടോ. അത്രയും ഹൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ മാത്രമല്ല, ഇതിനോടൊപ്പം ഇതിൻ്റെ വെളിയിലാണ് നമുക്ക് കുഴി വരുന്നത്, നേരെ വെളിയിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ട്രാപ്പ് അകത്താക്കിയത് കേട്ടോ. കാരണം നമുക്ക് വെളിയിലോട്ട് ഒരുപാട് സ്പേസ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ട്രാപ്പിനെ എടുത്ത് അകത്താക്കിയത്. അപ്പോൾ കൂട്ടി നമ്മൾ ഇന്നത്തെ ചെറിയ വർക്ക് ഇത്രയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.